എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ദീപക്കിന്റെ കയ്യിൽ നിന്ന് ആ ബാഗ്, ശരിക്കും പറഞ്ഞാൽ ആ ബാഗാണ് ഒരു വില്ലനായിട്ട് വന്നത്. സത്യത്തിൽ ഒരാളുടെ ലൈഫൊക്കെ ഒരു ബലൂൺ പോലെയുള്ള പൊട്ടിക്കുന്ന അത്ര ഇതുകൊണ്ട് നമ്മുടെ ജീവിതം തീരുമെന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ദീപക്കിന്റെ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ആലോചിച്ച് വരുമ്പോഴേ ഒരു സംഭവത്തെ കണക്ട് ചെയ്ത് വന്ന് അവസാനം എന്താണ്, ആ ജീവനാണ് അങ്ങ് പോയത്. അതൊന്നും ആലോചിക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. മറ്റ് പല കാര്യങ്ങൾ പോലെയല്ല, ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വന്നു. സത്യത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ദീപക് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് ആ മനുഷ്യന് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ഈ സുഹൃത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സുഹൃത്ത് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ആ കയ്യിലിരുന്ന ബാഗ്, ആ ബാഗിന് നല്ല വെയിറ്റ് ഉള്ള ബാഗ്, അത് പൊക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ കൈമുട്ട് പുറകിലോട്ട് വരുന്നത്. അപ്പൊ ആ കൈമുട്ട് പുറകിലോട്ട് വരുമ്പോഴാണ് ആ പെണ്ണിന്റെ തോളിൽ മുട്ടി. അവൾ അപ്പൊ ആ നെഞ്ചൂടെ അങ്ങോട്ട് കൊണ്ട് കാണിച്ചിട്ട് വീഡിയോ കൂടെ എടുത്ത് അവൾ അങ്ങ് ആദ്യം ഇട്ട വീഡിയോ ഇവര് പോലും, അതായത് സുഹൃത്ത് പോലും അത് റീൽസ് എടുത്തത് ആ പെണ്ണ് ചിരിച്ചോണ്ടൊക്കെ എടുക്കുന്നത് കണ്ടുകൊണ്ട് റീൽസ് ആന്ന് ഓർത്തുന്നു സുഹൃത്തിന് പോലും. ഈ പ്രൈവറ്റ് ജോലിയുടെ ഒരു മെന്റൽ പ്രഷർ നിങ്ങൾക്കറിയാലോ. ആ ഒരു പ്രഷറും എല്ലാം കൂടെ വെച്ച് ആ മനുഷ്യൻ ദീപക് സത്യം പറഞ്ഞ ഈ പെണ്ണ് പുറകെ നിന്ന് കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകളൊന്നും കണ്ടിട്ട് പോലുമില്ല. അല്ലെ കണ്ടാല് അയാള് ചെയ്ത അവനവന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അയാള് ഉദ്ദേശത്തോടെ ഇവളെ ടച്ച് ചെയ്യാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അയാൾ ആ ഒരു കള്ളത്തര അയാളുടെ ഉള്ളിലുള്ളതുകൊണ്ട് അയാൾ ആ രീതിക്കായിരിക്കും ഇവള് വീഡിയോ എടുക്കുന്ന കണ്ടാൽ പോലും ശ്രദ്ധിക്കുക. ഇത് ചുമ്മാ നോക്കുമ്പോൾ ഒരു പെണ്ണ് റീൽസ് എടുക്കുന്നതായിട്ട് അയാൾക്ക് തോന്നിയുള്ളൂ. ഓ, അയാളുടെ കഴുത്തെ ചുറ്റാനുള്ള കയറാണ് അവൾ ആ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ദൈവമേ, ഈ ഒരു സംഭവം ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴേ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്ന ഒരാളുടെ ജീവൻ എടുത്ത് കളഞ്ഞു. ആ സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്താണ്. പുള്ളിയാണ് ആ വീഡിയോ ദീപക്കിന് അയച്ചു കൊടുത്തത്. പുള്ളിയുടെ വൈഫ് കണ്ടിട്ട് ആ വീഡിയോ ആദ്യം പ്രചരിച്ച വീഡിയോ അവർക്ക് പോലും റീൽസ് ആണെന്ന് തോന്നി. പിന്നെ അവൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അവള് സൈക്കോളജിസ്റ്റ് കളിച്ച് വീഡിയോ ഇട്ടില്ലേ, അതിന് മുന്നേ ഉള്ള വീഡിയോയുടെ കാര്യം ആ പുള്ളി സുഹൃത്താണ് അത് അയച്ചു കൊടുത്തൊന്ന് കേൾക്കാം. ഞാനാണ് അവൻ ആ വീഡിയോ ഷെയർ ചെയ്തത് അങ്ങനെ എൻ്റെ വൈഫാണ് എനിക്കിത് കാണിച്ചു തന്നത്. 2 ദിവസം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളിത് കണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വരുന്നുണ്ട് പറഞ്ഞിട്ട്. പൊതുവേ ഞാൻ ഇൻസ്റ്റാഗ്രാമൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ല. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വീഡിയോസൊന്നും ഫേസ്ബുക്കൊക്കെ നോക്കാമെന്നല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അവരിങ്ങനെ കാണിച്ചാൽ ഞാൻ അവനാവില്ല, അവനങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഞാനത് അവരെ നിരുത്സാഹപ്പെടുത്തി ഞാൻ ഓഫാക്കി കിടന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു മനസ്സിനൊരു ഇനി അതെന്തോ ആണ് സത്യാവസ്ഥ അറിയണമല്ലോ. ഞാൻ അവനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അവനോട് ഞാനിങ്ങനെ പയ്യനൊരു ഭാഗത്തുകൂടി യാത്ര ചെയ്തിരുന്നു. ഇതെവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തതോ എങ്ങനെ വീഡിയോ എടുത്തതൊന്നും അവൻ്റെ മനസ്സിലില്ല. അവൻ എന്നോട് പറയണം ഞാൻ ടയേർഡായിരുന്നു, വർക്ക് കഴിഞ്ഞ് ടയേർഡാണ്. അവൻ്റെ കയ്യിൽ 10-40 കിലോൻ്റെ ബാഗ് ഉണ്ട്. അവൻ ആ ഗാർമെൻസിൻ്റെ മെറ്റീരിയലായിട്ടാണ് നടക്കുക. അവർ ആ ബാഗ് മുന്നിൽ വെക്കുന്ന ഒരു കൈ ഇതുമലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇത് സംഭവിച്ചതായിരിക്കും. അവന് ഓർമ്മയില്ല. അവൻ പറയണത് എന്താണ്, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. കാരണം യാത്രയാണ് ആൾക്കാരല്ലേ. ഇവരിപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കും. ബാക്കിൽ ആരാ നിൽക്കണം, മുന്നിൽ ആരാ നിൽക്കണം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കും. അവനവൻ്റെ ക്ഷീണത്തിൽ നിൽക്കണതല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ മൊബൈൽ എടുത്തിട്ടുണ്ടോ, വീഡിയോസ് കണ്ടിട്ട് മൊബൈൽ എന്തൊക്കെ നോക്കിയിട്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കണല്ലേ. അത്തരം കാര്യങ്ങളായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ആ കൊച്ചിൻ്റെ ഒരു വികൃതിയായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം അത് ഫസ്റ്റ് ഞാനത് കണ്ടിട്ട് എനിക്ക് റീലായിട്ടാണ് തോന്നിയത്. ഞാൻ റീലായിട്ട് പിടിക്കാണെന്നുള്ള രീതിയിലാണ് ആ കൊച്ചിൻ്റെ പെരുമാറ്റമൊക്കെ. ബാക്കിലേക്ക് നിൽക്കണം, മൊബൈൽ എടുക്കണം, തിരിഞ്ഞ് വരുന്നത്, ഓൻ അടുത്തേക്ക് നിൽക്കണം, എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം. ഇത് അവരിങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ റീലാണെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കമന്റ് ഒക്കെ വരാൻ ഇത് റീലല്ലാന്ന്. പിന്നെ അവനാണ് ശരിക്കും അവനാണെന്ന് മനസ്സിലായിട്ട് ഞാനും തകർന്നു പോയി. ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് ദീപകിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെയാ പകച്ചു പോയോ? എന്തായിരുന്നു അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുള്ള റെസ്പോൺസ് അല്ലേ. ഒരാളെ പറ്റി ഇപ്പോൾ എനിക്കെതിരെ ഒരു അക്യൂസേഷൻ വരാണെങ്കിൽ ഞാൻ പകച്ചു പോലെ സത്യമാണോ രണ്ടാമത്തെ കാര്യത്തിൽ ചിന്തിക്കില്ലേ. ഞങ്ങൾ ആദ്യം ഒരു ഇത് കേൾക്കുമ്പോൾ പൊതുവേ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. വർഷങ്ങളായിട്ടുള്ള പരിചയം കൊണ്ട് പറയാണ് അവൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല. അവനങ്ങനെ ചെയ്യില്ലൊരിക്കലും. അവനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടല്ലേ വികൃതി അയാൾ പറയുന്നത്. കൊച്ചിന്റെ ഒരു വികൃതി കൊണ്ട് കൊച്ചൊരാളുടെ ജീവനാണ് അങ്ങ് എടുത്തത്. അവക്കൊരു1000 വട്ടം ഈ ഒരു കാര്യത്തില് പശ്ചാത്താപം തോന്നിയാൽ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ ചോദിച്ചാൽ 2 വട്ടം ആലോചിച്ചിട്ട് വേണം. ഇപ്പൊ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ട്, നന്നായി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട്. അത് അവരുടെ ആ ദുഷ്ട മനസ്സുകൊണ്ട്. അത് പിന്നെ എന്തേലും നെഗറ്റീവ് പറഞ്ഞ് വൈറലാകാനാണ്. ശ്രീലക്ഷ്മിയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാ. ഏത് പ്രവൃത്തി എന്നുള്ളതല്ല, വൈറലാകാൻ കിട്ടുന്ന ഒരു അവസരം യൂസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അല്ല വേറൊന്നുമല്ല. അപ്പൊ ഇയാൾ പറഞ്ഞത് കേട്ടോ, ആ മെന്റലി ഒന്നാമതായിട്ട് ഈ പ്രൈവറ്റ് ജോബ്, പിന്നെ ആ ബാഗ് 10-40 കിലോ വെയിറ്റ് ഉണ്ട്, അത് പിടിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൊബൈലിൽ എന്തെങ്കിലും മെസ്സേജുകളോ എന്തെങ്കിലും വന്ന് എടുത്ത് കാണാം. അപ്പൊ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബസ്സിൽ തിരക്കാണേലും മുട്ടെടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴത്തെ പെൺപിള്ളേർ കണ്ടിട്ടില്ലേ ചില അപകടം, വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത് പോയി നിന്നിട്ട് വീഡിയോ പിടിച്ച് വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പെൺകുട്ടികൾക്കൊക്കെ പൊതുവെ ഈ റീൽസ് പിടുത്തവും ഈ സെൽഫി എടുക്കലും ഇതൊക്കെ കൂടുതലാണ്.
ദീപക് വിചാരിച്ചത് അങ്ങനെ എന്തോന്നാ. കാരണം അയാളുടെ കയ്യിൽ ആ കള്ളത്തരമില്ല. അയാള് ആ ഒരു ജോലി ചെയ്തിട്ട് അതിന്റെ ടെൻഷനുണ്ട്, പിന്നെ മാനസിക പ്രശ്നങ്ങൾ മനുഷ്യനല്ലേ, ഇതെല്ലാം ഉണ്ടോണ്ട് യാത്ര ചെയ്ത ടയേർഡും എല്ലാം ആയിട്ട് അയാൾ ഇതൊന്നും ശ്രദ്ധ, ഇവളൊക്കെ എന്ത് വേഷം ഈ കെട്ടെന്നുള്ളതാണ് അയാൾ വിചാരിച്ചു പോയത്. അങ്ങനെ വിഷമമുണ്ടെന്ന് അവനവനെ വിഷമം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് സംസാരിച്ചത്. അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതായി പോയി. അതാണ് പിന്നെ ലാസ്റ്റ് കോളിൽ എന്താ അദ്ദേഹം പറഞ്ഞത്? ലാസ്റ്റ് കോളിൽ ഞാൻ അവനോട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്, നീ വിഷമിക്കരുത്, ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീഡിയോ എനിക്ക് കിട്ടണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്, നീ വിഷമിക്കരുത്, അല്ല അവരിങ്ങനെ അവരുടെ അഭിപ്രായം പറയണതായിട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ആ വീഡിയോ അയക്കാനാണ്. ഞാൻ വേണ്ട, എന്തായാലും നാളെ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, വക്കീലിനെ കണ്ടാൽ നമുക്ക് ഈ വീഡിയോ വക്കീലിന് കാണിച്ചു കൊടുക്കാം എന്നിട്ട് സംസാരിക്കാൻ. അപ്പോൾ വേണ്ട, നീ അയക്കി, ഞാനൊന്ന് നോക്കിക്കാട്ടെ എന്ന് പറഞ്ഞ് അവന് ജസ്റ്റ് അയച്ചു കൊടുത്തു. നമ്മൾ നോക്കിക്കണമെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് അയച്ചു കൊടുത്തു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ, അതൊക്കെ സംസാരിച്ച് അവൻ ഇടാന്ന ശരിയാണ്, എനിക്ക് ഉറക്കം വരും, ഞാൻ കിടക്കട്ടെ, രാവിലെ കാണാം, നീ നേരത്തെ വരും, നേരെ വേഗം നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വെച്ചതാ. പിന്നെ അറിയണത് രാവിലെ എങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായോ? രണ്ടാമത് ഇവളിട്ടില്ലേ, ഇവള് സൈക്കോളജിസ്റ്റ് കളിച്ച ഒരു വീഡിയോ ഇട്ടില്ലേ, അയാള് ഞാനിത് ഷെയർ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് അയാളുടെ വീട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ കണ്ട് നാണം കെട്ട് കഴിയുമ്പോൾ അയാളുടെ ഈ ക്യാരക്ടർ അയാൾ തിരുത്തണം, അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതായത് ആദ്യം അവള് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടു, അധികം റീച്ച് കിട്ടിക്കാണുകയില്ല, അതിൻ്റെ താഴെ നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നായിരുന്നു. കാരണം ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്ത് ഇവള് ഈ കാട്ടുന്നൊന്നുമില്ല, ഇവള് കൊണ്ടേ മാറിടം അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നതല്ലേ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ രീതി കമന്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അത് പോരാഞ്ഞിട്ട് ഉടനെ അവൾ ഡോക്ടർ കളിച്ച് സൈക്കോളജിസ്റ്റ് കളിച്ച് ഉടനെ തന്നെ ഒരു വീഡിയോ അവിടെ ചെയ്ത് ആ വീഡിയോയും ഇവരുടെ കിട്ടി, ഇവരത് അയച്ചു കൊടുത്തു. എന്നാൽ നീ അയച്ചതായെന്ന് പുള്ളി ദീപക് പറയുന്നു. നീ ഇപ്പം കാണണ്ട എന്നും പറഞ്ഞ് കാണണ്ടെന്നൊക്കെ പറഞ്ഞാലും അയച്ചു കൊടുക്കുക. അപ്പം അവസാനത്തെ ആണിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ആണി അടിച്ച അവളുടെ രണ്ടാമത്തെ വീഡിയോ. ആ വീഡിയോയ്ക്കകത്ത് അയാളെ അത്രയും ദീപക്കിനെ അത്രയും നികൃഷ്ട ജീവിയാക്കിയാണ് അവൾ സംസാരിക്കുന്നത്. ഇവനൊക്കെ ഒരു പാഠം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ ആണ് അപ്പോൾ ആ മരണത്തിലേക്ക് നയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നില്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്രേരണക്കുറ്റം എന്നും പറഞ്ഞൊരു വകുപ്പില്ലേ, ആ വകുപ്പിൽപ്പെടുത്തി കേസെടുക്കണം. പക്ഷെ അല്ലാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല, ഇവളെ ശിക്ഷിക്കാനുള്ള നിയമമൊന്നും ഇല്ല. അധികമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 1 by 1 ആയിട്ട് ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് കൊച്ചിൻ്റെ കുസൃതി അങ്ങോട്ട് പോയി. കൊച്ചു കുസൃതി കാണിച്ച, പക്ഷേ കൊച്ചിൻ്റെ കുസൃതി കൊച്ചത്ര തീരെ കൊച്ചല്ലെന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കുസൃതി അങ്ങോട്ട് കൂടിയിട്ട് ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സംഭവം വെച്ച് വേണേൽ നമുക്ക് പറയാം ഇവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇവളുടെ ഹസ്ബൻഡ് ഇവളെ ഉപേക്ഷിച്ചാന്ന് നമുക്ക് പറയാം. അപ്പോൾ വേണേ ഒരു ചോദ്യം ചോദിക്കാം, അവരുടെ ലൈഫ് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളുടെ കയ്യിലെ കുറ്റം കൊണ്ടല്ലേ ആണോ ഇല്ലയോ നമുക്കറിയാവോ? പിന്നെ എങ്ങനെ ഇവളുടെ കയ്യിലിരിപ്പ് കൊണ്ടൊന്ന് പറയുന്ന വേണേൽ ചോദിക്കാം. പക്ഷേ എങ്കിൽ എന്തിനാ അധികം ഇവളുടെ ഈ ഒരു പ്രവൃത്തി പോരെ ഇവളുടെ സ്വഭാവം മനസ്സിലാക്കാൻ. ഇവളൊരു കുടല എന്നൊക്കെ പറയുന്ന ഒരു രാക്ഷസിയാണ്. ഇതുപോലത്തെ രാക്ഷസിയുടെ കൂടെ ആണുങ്ങൾ കഴിയാൽ അത്രേ ഉള്ളു കാര്യം. രക്തം ഊറ്റി കുടിക്കുന്ന വടേശി ആര് കഴിയാനാണ്? അതുകൊണ്ട് ഉപേക്ഷിച്ച് ഈ ഒരു പ്രവൃത്തി വെച്ച് പറയാം. അതാണ് അങ്ങനെ പറയുന്നത്, ഈ ഒരൊറ്റ പ്രവൃത്തി കാരണം മനസാക്ഷിയില്ല. ഒരു സോഷ്യൽ മീഡിയ ആണ്, ഒരു വീഡിയോ റീച്ചായ മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്നു, അയാൾക്ക് പിന്നെ ഒരു ജീവിതമില്ല, വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല ആ മുഖം വെച്ച് അവർക്കറിയാം. എന്നിട്ട് കൊടുത്ത ശിക്ഷയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം അവൾക്കൊരു ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അവൾക്ക് ഈ മുഖം വെച്ച് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഈ മുഖം വെച്ച് അവൾ വെളിയിലിറങ്ങി ഈ പ്രായമുള്ള അമ്മമാരൊക്കെ വഴി കാണുകയാണ്, അടി കൊടുക്കും, മുഖത്തിനോട് തന്നെ അടി കൊടുക്കും. അവൾക്ക് ഈ മുഖം വെച്ച് ഇനി ഒരു ജീവിതം ഇല്ല. സത്യം പറഞ്ഞാൽ തിരിച്ചറിയുന്നവര് കാർക്കിച്ചു തുപ്പുമ്പോൾ അവളെ കണ്ട ആ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവൾ മറ്റേ ആൾക്കിട്ട് കൊടുത്ത പണി ദീപക്കിനിട്ട് ആ ഒരു അവസ്ഥയാണ് അവൾ ഉദ്ദേശിച്ചത്. വെളിയിലിറങ്ങിയ ആൾക്കാർക്ക് കാർക്കിച്ചു തുപ്പണം. ഇപ്പൊ അവൾക്ക് ആ അവസ്ഥയായി. ഇനി അവളുടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയ കാര്യം പറയുന്നത് കേട്ടോ. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു ഏപ്പിക്കാർ വീഡിയോ വന്നിട്ട് എനിക്ക് വന്നിരുന്നു, അത് ഇത് കണ്ടുവച്ചാൽ അപ്പൊ ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ പറഞ്ഞു എനിക്കറിയാം സിഞ്ചിത്തിന്റെ വീഡിയോ അല്ലേ ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പറഞ്ഞു. ഓള് രാജിക്കുല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള അവളെ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്, വടകരയുള്ളതാണ് ഓള്.
ഓള് ഭർത്താവായിട്ടൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി. ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നുന്നു. ഓള് നേരെ സെക്രട്ടറിക്ക് കൊടുത്ത്, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. അപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് അവിടെ അവള് ഭരിക്കാൻ നിന്നില്ല. അതിനു മുന്നേ അവള് ദുബായിക്ക് ചാടിപ്പോയി. ഇവിടെ ആ ഒരു സ്ഥാനം കിട്ടിയിട്ട് ആരോടും ഒരു ബാധ്യതയല്ല അങ്ങനെയുള്ള ഒന്നും ഇല്ല. കാരണം ആ ഒരു സ്ഥാനം കിട്ടിയിട്ട് ജനങ്ങൾക്കിട്ടൊരു പണി കൊടുക്കുന്ന പോലെ ആ സ്ഥാനം അവിടെ ഇട്ടിട്ട് ആ പഞ്ചായത്തിൽ ഒന്നും ചെയ്യാതെ അവള് നേരെ ദുബായി പോയി വിലസുന്നു. അത് രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കുന്നുമില്ല. എന്നിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി വിട്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഉപേക്ഷിച്ച് വിട്ട സമയത്ത് ഒരു ടൈം പാസ് ആയിട്ട് പുള്ളിക്കാരത്തി ഒരാളുടെ ജീവൻ അങ്ങ് എടുത്തു. അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ജീവിക്കാൻ അവളെ അനുവദിക്കരുതെന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും പറയാൻ തോന്നുന്നുണ്ട്. കാരണം അവൾക്കിതൊരു കളി. അവൾ ചിരിച്ചോണ്ടാണ് എടുത്തത്. അത് ഇത്ര സീരിയസ് വിഷയമായിട്ട് അവൾ ചിരിച്ചോണ്ടാണ് ആ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അവക്കൊരു തമാശ. എലിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറയുന്ന പോലെ ഒരാളുടെ ജീവിതം വിട്ട് പന്ത് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത്. ഇനിയിപ്പോൾ ദീപക് ആത്മഹത്യ ചെയ്തില്ലെന്ന് വെച്ചു, അയാൾ ചെയ്യാത്ത ഒരു തെറ്റിന് അയാളെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഉപദ്രവിച്ചാൽ ഇനി അങ്ങോട്ട് അയാൾ ജീവിച്ചിരിക്കാന്ന് വെച്ചു. ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇത് വാർത്തയാവില്ല. നേരെ തിരിച്ചാവുന്നത് ഇവളെടുത്ത് ഈ വീഡിയോ വിശ്വസിക്കാൻ ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഉണ്ടാവുക? അയാളുടെ ലൈഫ് ഒന്ന് ഓർത്തേ, ഒന്ന് ആലോചിച്ചേ. ഒരു പെണ്ണുപിടിയൻ, അല്ലെ ഒരു സ്ത്രീലമ്പടൻ, അല്ലെ ഒരു വൃത്തികെട്ട ജീവി. ഒരു സ്ത്രീ പോലും സംസാരിക്കാൻ, അയാളോടൊന്ന് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. അപ്പൊ ഇവളുടെ കളി, അവളുടെ കുസൃതി എവിടെ എത്തിയെന്നൊന്ന് ആലോചിച്ചേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.